ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം സംബന്ധിച്ച ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും ഇനി പഴയ ഒരു സൗഹൃദ അന്തരീക്ഷം രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഉണ്ടാകില്ല എന്നുള്ളത് ഇനി നമുക്ക് ഉറപ്പിച്ചു പറയാം. അത്രയ്ക്ക് ഗുരുതരമായി കാര്യങ്ങൾ എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം സാഹചര്യങ്ങൾ അത്ര പന്തിയല്ല രണ്ട് രാജ്യങ്ങൾക്കും എന്നുള്ളതാണ് വിവരങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. ഇന്ത്യയെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിന് ഉത്തരവാദി ആര് എന്നുള്ള ചോദ്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ അമേരിക്കയുമായി തെറ്റിപ്പിരിഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏകപക്ഷീയമായി അമേരിക്ക ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു താരിഫ് പ്രഖ്യാപിച്ചു. ഇന്ത്യയുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നു എന്ന് അവകാശപ്പെട്ട ട്രംപ് തന്നെയാണ് ഇത്തരത്തിൽ വളരെ അപ്രതീക്ഷിതമായി നമുക്ക് ഇക്കാര്യത്തിൽ ഒരു മുന്നൊരുക്കം പോലും നടത്താനുള്ള സാവകാശം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയൊരു നികുതി ഭാരം ഇന്ത്യക്ക് മേൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഒരു ഘട്ടത്തിലും നമുക്ക് ഉണ്ടായിരുന്നില്ല. അത്ര ഒരു ഗുരുതരമായ സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അത്രയും വലിയ ഒരു താരിഫാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. പ്രതികരണം ഒരു പരിഹാസ രൂപേണയുള്ള പ്രതികരണമാണ്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അസാധാരണമായിട്ടുള്ള സൗഹൃദ ബന്ധം, അതിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ അവരവരുടേതായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ചു. ഇതിൻ്റെ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ. കാരണം അമേരിക്ക ഇന്ത്യക്കെതിരെ, ചൈനയ്ക്കെതിരെ, റഷ്യക്കെതിരെയൊക്കെ കടുത്ത നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ച ഒരു ത്രികക്ഷി സഖ്യം എന്ന രീതിയിൽ ഇന്ത്യ ചൈന റഷ്യ സഖ്യം, RIC സഖ്യം എന്ന അതിൻ്റെ ഒരു രൂപീകരണം, അതിൻ്റെ ഒരു നേരത്തെ ഇതേക്കുറിച്ചുള്ള ഒരു ചർച്ചകൾ മാത്രമേ ഉണ്ടെങ്കിൽ അതിപ്പോൾ പ്രാവർത്തികമായിരിക്കും. അത്തരത്തിൽ വലിയ ഒരു പ്രചാരണം ഇവർ നടത്തിയപ്പോൾ അതിന് പ്രതികരണമായി, അതിന് പരിഹാസ രൂപേണ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതിയത് ഇങ്ങനെയാണ്: ചൈനയും റഷ്യയും വളരെ നിഗൂഢമായ, വളരെ ഇരുട്ടേറിയ ചൈനയുടെ പിടിയിൽ പെട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഏറ്റവും നിഗൂഢമായ, ഏറ്റവും ഇരുണ്ട ചൈനയുമായി റഷ്യയും ഇന്ത്യയും സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവർക്ക് വളരെ ശോഭനമായ, വളരെ സമ്പന്നമായ ഒരു ഭാവി ആശംസിക്കുന്നു. അതായത് ചൈനയുമായി കൂട്ടുകൂടിയാൽ ഇന്ത്യയുടെയും റഷ്യയുടെയും കാര്യം പോക്കാണ് എന്ന മട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞത്. അതിന് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങളുണ്ട്. കാരണം ചൈനയെ നമ്മളും അത്ര പൂർണ്ണമായി വിശ്വസിക്കേണ്ടതില്ല. കാരണം ചൈന വളരെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട്. ഇന്ത്യയോടും റഷ്യയോടും ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങളുടെ നേതാക്കളുമായി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും വ്യക്തിപരമായ സൗഹൃദം പുലർത്തിയിരുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രണ്ട് രാജ്യങ്ങളുമായുള്ള സഖ്യം ഇല്ലാണ്ടാകുന്നതിൽ കടുത്ത നിരാശയുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു ഇന്ത്യൻ മാധ്യമമായ ANI, നമ്മുടെ ദേശീയ വാർത്താ ഏജൻസി, അത് ഈ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഹൗസിൽ മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ എല്ലാവർക്കും ഒരു അവസരം കിട്ടാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഇന്ത്യൻ ദേശീയ മാധ്യമ ഏജൻസിയായ ANI അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയല്ലോ, ഇന്ത്യ അല്ലെങ്കിൽ റഷ്യ ഇവർ രണ്ടുപേരും ചൈനയുമായി സഖ്യത്തിലായത് സംബന്ധിച്ച് താങ്കൾ ഒരു പ്രതികരണം നടത്തി. അമേരിക്കയ്ക്ക് ഇവർ രണ്ടുപേരെയും ചൈനയോട് നഷ്ടപ്പെട്ടു, ചൈന കാരണം ഈ രണ്ട് രാജ്യങ്ങളെയും അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ താങ്കൾ ഒരു പ്രതികരണം നടത്തിയല്ലോ, ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറി അദ്ദേഹം കൊടുത്ത മറുപടി: ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല, ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒരു പിഴവുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് ഞാൻ ചെയ്ത പണി കൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം പിണങ്ങിപ്പോയത്, പക്ഷേ ഞാൻ കാരണമല്ല എന്നുള്ളത്. പണ്ട് എന്തോ ഒരു തമാശ രൂപേണ പറയാറുണ്ടല്ലോ, ഈ ശബരിമല സന്നിധാനത്ത് നടന്ന മൈക്ക് അനൗൺസ്മെൻറ്റ്, എൻ്റെ കൂടെ വന്ന 64 സ്വാമിമാർക്ക് വഴിതെറ്റിപ്പോയി, ഞാനിവിടെ അനൗൺസ്മെൻറ്റ് പോയിന്റിൽ നിൽക്കുകയാണ് എന്ന തരത്തിൽ അനൗൺസ്മെൻറ്റ് നടത്താറുണ്ടല്ലോ. അപ്പോൾ ഈ പരിപാടിയാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഭാഗത്താണ് പിഴവ് പറ്റിയത്, താൻ ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിച്ച
താരിഫ് മൂലമാണ് എല്ലാ രാജ്യങ്ങളും തന്നെ ശത്രുവായി കണക്കാക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ട്രംപിന് ഈ ഒരു ഘട്ടത്തിലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇത്തരത്തിൽ ചോദിച്ചപ്പോൾ ഞാനല്ല ഉത്തരവാദി എന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് തനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അദ്ദേഹവുമായി ഞാൻ ചർച്ചകൾ നടത്തി. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ എൻ്റെ വൈറ്റ് ഹൗസിലെ ഔദ്യോഗിക ഓഫീസിൽ വെച്ച് ഒരു മാധ്യമ സമ്മേളനം, സംയുക്ത വാർത്താ സമ്മേളനം പോലും രണ്ട് നേതാക്കളും തമ്മിൽ നടത്തിയതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ അടുത്ത സൗഹൃദം നരേന്ദ്രമോദിയുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് ട്രംപ് ഇപ്പോൾ ഇരുന്ന് വിലപിക്കുന്നുണ്ട്. കാര്യം അത്രയ്ക്ക് വലിയ സൗഹൃദം പുലർത്തിയിരുന്ന ഒരു നേതാവാണ് ഇപ്പോൾ അമേരിക്കയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞത് എന്നുള്ളതോർത്ത് ട്രംപിന് ഇനി ദുഃഖിക്കുകയല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഇനി അമേരിക്കയിലെ ആരാണ് ട്രംപിനെ കൊണ്ട് ഈ ചുടുചോറ് വാരിപ്പിക്കുന്നത്, അതിന് അദ്ദേഹത്തിൻ്റെതായ ചില ഉപദേശങ്ങളുണ്ട്. ഒന്ന്, പീറ്റർ നവരോ. ഈ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടം സംബന്ധിച്ചുള്ള ഉപദേശം കൊടുക്കുന്ന ആളാണ് പീറ്റർ നവരോ. അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, ഇന്ത്യ ഇത്തരത്തിൽ ഭീമമായ നികുതി ഇന്ത്യയാണ് ഏറ്റവും വലിയ നികുതി ചുമത്തുന്നതെന്നാണ് അമേരിക്കയുടെ ആരോപണം. അപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ നികുതി ചുമത്തുന്നത് കൊണ്ട് അമേരിക്കയിൽ ധാരാളം തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, അമേരിക്കൻ ചില ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഇന്ത്യ അധികം വലിയൊരു നികുതി തന്നെയാണ് ചുമത്തുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഈ ഹാർലി ഡേവിഡ്സൺ എന്നൊക്കെ പറയുന്ന ഒരു സൂപ്പർ ബൈക്കൊക്കെ ഉണ്ട്, അതിന് 200% വരെയാണ് ഇന്ത്യ നികുതി ചുമത്തുന്നത്. അപ്പോൾ അവർ ആ നികുതിയിൽ നിന്ന് ഒഴിവാക്കാൻ എന്ത് ചെയ്യും, ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഉൽപ്പാദനം നടത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ നികുതി ലാഭിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ അതിൻ്റെ തൊഴിൽ നഷ്ടം ഉണ്ടാകും. ഇദ്ദേഹമാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഇദ്ദേഹം മുമ്പ് നടത്തിയൊരു പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് സംബന്ധിച്ച്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി ഇന്ത്യയിലെ ബ്രാഹ്മണർ വലിയ രീതിയിൽ ലാഭമുണ്ടാക്കുന്നു എന്ന തരത്തിൽ വളരെ വിവാദപരമായ പ്രസ്താവന നടത്തിയാലാണ് പീറ്റർ നാവറോ. ഇനി മറ്റൊരാൾ, അമേരിക്കയുടെ എക്കണോമിക് അഡ്വൈസർ, സാമ്പത്തിക കാര്യങ്ങളിൽ ട്രംപിനെ ഉപദേശിക്കുന്നയാൾ, അദ്ദേഹവും ഇപ്പോൾ പറയുന്നു, ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ഇപ്പോഴും അത് തുടരുന്നതിൽ ഞങ്ങൾക്ക് കടുത്ത നിരാശയുണ്ട്. പക്ഷേ ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ട്രംപിൻ്റെ എക്കണോമിക് അഡ്വൈസർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഇതേ സമയം തന്നെ ട്രംപിൻ്റെ ഇത്തരത്തിൽ ഒരു പ്രതികരണം വന്നപ്പോൾ, അതായത് ഇന്ത്യയുമായിട്ടുള്ള സഖ്യം ഏതാണ്ട് അവസാനിച്ചു എന്ന മട്ടിൽ പ്രതികരണം വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരായുമല്ലോ. അപ്പോൾ അവിടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോഴും വളരെ തന്മയത്വത്തോടെയുള്ള ഒരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ നടത്തിയത്. അവർ ട്രംപിനെ ഇപ്പോഴും വലിയ രീതിയിൽ നിരാശപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് വിദേശകാര്യ മന്ത്രാലയത്തിനുള്ളത്. ഇത്തരത്തിൽ ട്രംപ് നടത്തിയ പ്രതികരണത്തോട് തൽക്കാലം ഇന്ത്യ പ്രതികരിക്കാനില്ല എന്നൊരു പ്രതികരണമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നടത്തിയത്. അതേസമയം തന്നെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ സംബന്ധിച്ച് ഇപ്പോഴും അമേരിക്കയുമായിട്ടുള്ള നിരന്തര സമ്പർക്കം തുടരുന്നു. അക്കാര്യത്തിൽ ഇപ്പോഴും ഇന്ത്യക്ക് ശുഭപ്രതീക്ഷയുണ്ട് എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യ അതേപോലെ തന്നെ റഷ്യ, ചൈന, ഇവർ മൂന്നും ഒരു സഖ്യരൂപീകരണത്തിലേക്ക് പോകുമ്പോൾ ട്രംപിന് ഇരിക്കപ്പൊറുതിയില്ലാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കടുത്ത നിരാശയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇന്ത്യയുമായിട്ട് ഏതാണ്ട് പതിറ്റാണ്ടുകളുടെ വളരെ അടുത്ത ബന്ധം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ട്രംപിന് വ്യക്തിപരമായ ബന്ധമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നഷ്ടപ്പെടുന്നതിൽ അദ്ദേഹത്തിന് കടുത്ത നിരാശയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അടിവരയിട്ട് പറയാം. ഇനി ഈ നിരാശാബോധത്തിൽ നിന്ന് അത് ഒരു പ്രതികാര മനോഭാവത്തിലേക്ക് ട്രംപ് കടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അദ്ദേഹം നേരത്തെ ഒരു സൂചന തന്നിരുന്നു ഇക്കാര്യത്തിൽ. ഇന്ത്യക്കെതിരെ 50% താരിഫ് ചുമത്തിയത് ഒരു സാമ്പിൾ ഡോസ് മാത്രമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടം കൂടുതൽ ഇന്ത്യക്കെതിരെ നികുതി ചുമത്താൻ അദ്ദേഹം തയ്യാറായി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടത്. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുക വളരെ ലാഘവ ബുദ്ധിയോടെ ചെയ്യുന്ന ഒരു രാഷ്ട്ര നേതാവ് എന്ന നിലയിൽ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് കടുത്ത ആശങ്കയുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്ന് പ്രതീക്ഷിക്കാം.